ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. അൽ ജസീറയുടെ 5 മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഗസയുടെ ദുരിതവും ഇസ്രായേലിന്റെ ക്രൂരതകളും ലോകത്തെ അറിയിച്ച ധീര രക്തസാക്ഷികൾക്ക് കണ്ണീരോടെ വിട നൽകുകയായിരുന്നു ഫലസ്തീൻ ജനത. നടുക്കം പ്രകടിപ്പിച്ച് UN സെക്രട്ടറി ജനറലും ലോക നേതാക്കളും രംഗത്തെത്തി. ഒക്ടോബർ 7-ന് ശേഷം മാത്രം 270-ലധികം മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചതായും റിപ്പോർട്ടുണ്ട്. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതകളുടെ പല മുഖങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുന്നു, സ്ത്രീകളെയും നിരാലംബരായ ആളുകളെയും അടക്കം കൊലപ്പെടുത്തുകയാണ്. അതോടൊപ്പമാണ് മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുന്നത്. 270-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണോ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗസയിൽ തങ്ങൾ നടത്തുന്ന ഈ വംശഹത്യയും കൊടും ക്രൂരതകളും ലോകം അറിയരുത് എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകരെ വകവരുത്താൻ തുടക്കം മുതൽ തന്നെ 2023 ഒക്ടോബർ 7 മുതൽ തന്നെ ആക്രമണം ആരംഭിച്ചത് മുതൽ തന്നെ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അൽ ജസീറ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമ സ്ഥാപനങ്ങളിലെ ഒട്ടേറെ മാധ്യമ പ്രവർത്തകർക്കാണ് തങ്ങളുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത്. എങ്കിൽ പോലും തങ്ങൾ തളരുകയോ ഈ ആയുധം ഈ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ സറണ്ടർ ചെയ്തുകൊണ്ട് ഈ യുദ്ധ കലുഷിതമായിട്ടുള്ള പ്രദേശത്ത് നിന്ന് പിൻവാങ്ങില്ല എന്ന് വളരെ ധീരമായിട്ടുള്ള ഒരു ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന ഈ ഒരു വളരെ ഡ്രോൺ ആക്രമണത്തിലാണ് അൽ ജസീറയുടെ 5 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അൽഷിഫ ആശുപത്രിയുടെ മെയിൻ ഗേറ്റിന് സമീപത്തുണ്ടായ ആക്രമണത്തിലാണ് അൽ ജസീറയുടെ അറബി കറസ്പോണ്ടന്റ് അനസൽ ഷെരീഫ്, കറസ്പോണ്ടന്റ് മുഹമ്മദ് റൈക്ക്, ക്യാമറ ഓപ്പറേറ്റർമാരായ ഇബ്രാഹിം സഹീർ, മുഹമ്മദ് നൌഫൽ, മോവിൻ അലിവ എന്നിവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിനെപ്പോലും ഇസ്രായേൽ ന്യായീകരിക്കുകയാണ്. കാരണം ഈ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ പലർക്കും ഹമാസുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അവരെ സഹായിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇവരെ ലക്ഷ്യം വെച്ച് തങ്ങൾ കൊലപ്പെടുത്തിയത് എന്ന് ഇസ്രായേൽ പോലും സ്ഥിരീകരിക്കുകയാണ്. കാരണം നേരത്തെയൊക്കെ ഇതേ കള്ളമാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. മാധ്യമ പ്രവർത്തകരെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുക, എന്നിട്ട് അവരെ ഹമാസുമായിട്ടുള്ള ബന്ധമുള്ള പോരാളികളാണെന്ന് വരുത്തി തീർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രായേൽ സേന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തന്നെ ആവർത്തനമാണ് ഇന്ന് കണ്ടത്. പക്ഷേ ഇതിൽ നമുക്കറിയാൻ സാധിക്കും, അനസൽ ഷെരീഫ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പിന്നിട്ട ഈ 22 മാസങ്ങളായിട്ട് ഗസയിലെ കുരുതികൾ, ഇസ്രായേൽ തുടരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അധിനിവേശം, അതിന്റെ എല്ലാ സങ്കട പർവവും അതിശക്തമായി തന്നെ ലോകത്തെ അറിയിക്കാൻ വളരെ ധീരതയോടുകൂടി മുന്നിൽ നിന്ന മാധ്യമ പ്രവർത്തകരാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി ഗസ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ദുരിതപർവം ലോകത്തെ അറിയിച്ച ഏറ്റവും ധീരനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അനസൽ ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ വിടവാങ്ങുന്നത് വലിയ സങ്കടവും നടുക്കവുമാണ് ഫലസ്തീൻ ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും ഗസ നിവാസികളും ചേർന്നാണ് ഇവർക്ക് ഇന്നിപ്പോൾ അന്തിമമായിട്ടുള്ള വിടവാങ്ങൽ നൽകിയത്. എന്തായാലും ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണം വേണമെന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൽ ജസീറ ചാനലും ഇതേ ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ ഉണ്ട് എങ്കിൽ പോലും ഒരിക്കലും യുദ്ധമുഖത്ത് നിന്ന് തങ്ങളുടെ പോരാളികൾ പിൻവാങ്ങുകയില്ല എന്ന് കൂടി അൽ ജസീറ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വരെയും അവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തോട് ഈ ക്രൂരതകൾ വിളിച്ചു പറയാൻ തങ്ങളുടെ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ സന്നദ്ധമാണ് എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കൂടിയാണ് അല്പം മുമ്പ് അൽ ജസീറ നൽകിയിരിക്കുന്നത്. ഈ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഈ ഇസ്രായേലിന്റെ കൊടും ക്രൂരതയെ ലോക നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നു കൂടി അൽ ജസീറ അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള ക്രൂരതകൾ ഇസ്രായേൽ സൈന്യം തുടരുകയാണ്. അതോടൊപ്പമാണോ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് കൂടി ഇസ്രായേൽ സൈന്യം കടന്നിട്ടുള്ളത്?
തീർച്ചയായിട്ടും നേരത്തെ പിന്നെ വ്യക്തമാക്കിയതുപോലെ ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ലഭിച്ചതോടുകൂടി എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രക്രിയ പൂർത്തീകരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മന്ത്രിസഭയ്ക്കും അതോടൊപ്പം തന്നെ സൈന്യത്തിനും നൽകിയിരിക്കുന്നത്. പക്ഷെ സൈന്യം ഇതിൽ വളരെ കടുത്ത വിയോജിപ്പ് തുടക്കം മുതൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കാരണം പിന്നിട്ട് 22 മാസമായി നടത്തിയ അതിക്രൂരമായിട്ടുള്ള ഈ ആക്രമണത്തിലൂടെ പോലും തങ്ങൾക്ക് ലക്ഷ്യം നേടാനായിട്ടില്ല. ഈ ജീവനോടെ തന്നെ ഒരു ബന്ദിയെ പോലും തങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ആക്രമണം വിപുലീകരിക്കുകയും കൂടുതൽ സൈന്യത്തെ രംഗത്തിറക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഈ ബന്ദികൾ കൊല്ലപ്പെടും, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ആൾനാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന മുന്നറിയിപ്പ് സൈന്യം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നൂറുകണക്കിന് ഇസ്രായേൽ സൈനികർക്ക് കൂടി ജീവൻ നഷ്ടപ്പെടുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് സൈന്യം നൽകിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും തനിക്ക് കേൾക്കേണ്ടതില്ല. താൻ നിർദ്ദേശിച്ചതുപോലെ ഈ സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയും ഗസയെ പൂർണ്ണമായിട്ട് പിടിച്ചടക്കി അവിടെ നിന്ന് ഹമാസിനെ പുറന്തള്ളുകയും തുടർന്ന് യുദ്ധാനന്തരം ഒരു ബദൽ സർക്കാർ, പലസ്തീൻ അതോറിറ്റിയോ ഹമാസോ അല്ലാത്ത ഒരു സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കുമെന്നാണ് ഇന്നലെ നെതന്യാഹു ഈ വീരവാദം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രായോഗിക തലത്തിൽ എത്ര കണ്ട് ഈ സൈനിക നടപടിയിലൂടെ ഈ പിന്നിട്ട് 22 മാസം നടക്കാത്ത എന്താണ് ഇനി പുതുതായിട്ട് ഈ സൈനിക നീക്കത്തിലൂടെ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സൈന്യത്തിന് പോലും എതിർപ്പുണ്ട്. ഇപ്പോ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിലെ വ്യോമസേനയുടെ നിരവധി പൈലറ്റുമാർ നാളെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം നടത്താനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെല്ലവീവിൽ നടക്കുന്ന ആ ഒരു റാലിയിൽ നൂറുകണക്കിന് വ്യോമസേനയുടെ പൈലറ്റുമാർ പങ്കെടുക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ വ്യോമസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങും. അതുമാത്രമല്ല പിന്നിട്ട് 22 മാസത്തിനുള്ളിൽ 37 സൈനികരാണ് ഗസയിൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയുടെ അനുപാതം ഇനിയും കൂടുമെന്ന മുന്നറിയിപ്പുകൾ കൂടി സൈനിക നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ വളരെ എളുപ്പത്തിൽ ഒരു സൈനികമായിട്ട് ഗസയെ കീഴടക്കുക എന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം അത് പ്രായോഗിക തലത്തിൽ എത്ര കണ്ട് വിജയിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴുള്ള ജീവനാശത്തിന്റെ ഒരുപക്ഷെ അത്രയോ ഇരട്ടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം സിവിലിയൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ആക്രമണ പദ്ധതിയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് പ്രായോഗിക തലത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന 62,000 ഔദ്യോഗികമായിട്ട് മരണപ്പെട്ടവരുടെ കണക്ക്. ഏതാണ്ട് 10-15,000 പേർ മരണപ്പെട്ട അവരുടെ മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഈ ഒരു വിപുലമായിട്ടുള്ള ആക്രമണ പദ്ധതി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സിവിലിയൻ കുരുതി എന്നത് അതിന്റെ ഭീതിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പാണ് UN ഏജൻസികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും ഗസയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ പട്ടിണി മരണങ്ങൾ അത് ഒഴിവാക്കാനുള്ള ഏതെങ്കിലും ആശ്വാസകരമായ നടപടികൾ അവിടെ ഗസയിൽ സഹായങ്ങളൊക്കെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ നിലവിൽ? ദിവ്യ, അതുമായി ബന്ധപ്പെട്ട് പോലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ അന്തർദേശീയ സമ്മർദ്ദം ഇത്രയേറെ ശക്തമായിട്ട് കൂടി അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല. കാരണം തങ്ങളുടെ കൂടെയുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ലോകരാജ്യങ്ങൾക്കും മേൽ ചെലുത്തിയിട്ട് പോലും ഏതെങ്കിലും അർത്ഥത്തിൽ, കാരണം ഒരു നിത്യം ഒരു 600-700 ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടുകയും അതോടൊപ്പം തന്നെ വിതരണ ശൃംഖല എന്നത് ഇപ്പോൾ 4 കേന്ദ്രങ്ങളിൽ മാത്രമായിട്ടാണ് ഭക്ഷണ വിതരണം നടക്കുന്നത്. ഇത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40-60 കേന്ദ്രങ്ങളിലേക്ക് ഈ ഭക്ഷണ വിതരണ സംവിധാനം വിപുലീകരിക്കുകയുമാണ്. എങ്കിൽ മാത്രമേ ഈ പട്ടിണി എന്ന ഏറ്റവും യാഥാർത്ഥ്യ ഈ ഒരു ക്രൂരമായിട്ടുള്ള സമസ്യയെ ഗസ ജനതയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു നീക്കം പോലും നടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നത്. വെറും 4-5 കേന്ദ്രങ്ങളിൽ മാത്രമായിട്ടുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ആ ഒരൊറ്റ കേന്ദ്രങ്ങളിൽ മാത്രം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യപ്രകാരമുള്ള വളരെ അവ്യവസ്ഥ സ്വഭാവത്തിലുള്ള ഒരു രീതിയിലാണ് ഭക്ഷണ വിതരണം ഇപ്പോൾ പോലും മുന്നോട്ട് പോകുന്നത്. ഇന്നും 8 പേരെയാണ് ഈ ഭക്ഷണത്തിന് വരുന്ന മനുഷ്യരെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോ ഒരിക്കലും ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ, പ്രത്യേകിച്ച് പട്ടിണിയും അതിലൂടെ ഇത് വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഉണ്ടാക്കിയ ഈ ഒരു സമ്മർദ്ദത്തിനിടയിൽ പോലും അത് മറികടക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ സൈന്യത്തിന്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അമേരിക്ക ഇപ്പോൾ അല്പം മുമ്പ് ട്രംപ് പോലും വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിലെ സ്ഥിതിഗതികളിൽ ഇസ്രായേലാണ് തീരുമാനമെടുക്കേണ്ടത്, അതുകൊണ്ട് ഏത് ഇസ്രായേൽ എടുക്കുന്ന തീരുമാനവും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എന്ന അർത്ഥത്തിൽ അതിനെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുകയും ഇസ്രായേലിന്റെ ഈ ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശഹത്യക്ക് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക്
സേനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോഴും ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തുകയാണല്ലോ. അത് ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും കാണാതെ പോകാൻ കഴിയുമോ? ഇത് രാഷ്ട്രീയമായിട്ടുള്ള വലിയൊരു സമ്മർദ്ദം ഇസ്രായേലിന് മേൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള പിന്നെ ഈ ആഭ്യന്തരമായിട്ടുള്ള ഭിന്നതകൾ വലിയ തോതിൽ തന്നെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ബന്ധുക്കൾ പിന്നെ അവരുടെ പ്രക്ഷോഭം കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോ രാത്രിയിലും തെലവീവിലും ഹൈഫയിലും ജെറൂസലേമിലും ഒക്കെ വൻതോതിലുള്ള റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മർദ്ദവും ആഭ്യന്തരവും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിദർശനം കൂടിയായിരുന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ബ്രിട്ടൻ, അതോടൊപ്പം തന്നെ ഫ്രാൻസ്, കനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം. ഇന്ന് ഓസ്ട്രേലിയ കൂടി ആ ഒരു പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത മാസമാണ് UN പൊതുസഭ ചേരാൻ പോകുന്നത്. ആ പൊതുസഭയുടെ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ നൽകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും കനഡയും വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളും അതിനനുകൂലമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒറ്റപ്പെടൽ കുറെ കൂടി പൂർണ്ണമാക്കും. പക്ഷേ അമേരിക്ക അവസാനം വരെയും ഇത്തരമൊരു നീക്കത്തെ തങ്ങൾ തകർക്കും. അതിന് നയതന്ത്ര തലത്തിലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലും മറ്റും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇപ്പോൾ അമേരിക്ക തുടരുന്നുണ്ട്. ഇസ്രായേലിന് അനുകൂലമായിട്ട് അത്തരമൊരു നീക്കം നിങ്ങൾ നടത്തരുത്, അത് നടത്തുകയാണെങ്കിൽ ഹമാസിന് കൂടുതൽ മേൽക്കൈ ലഭിക്കും, അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്ന് പിന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നയതന്ത്ര നീക്കമാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും തങ്ങളുടെ നിലപാടിൽ നിന്ന് പുറകോട്ടില്ല എന്നാണ് ഈ രാജ്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 125ഓളം രാജ്യങ്ങളാണ് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അടുത്ത മാസം നടക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിന് മുമ്പ് ഇതിൽ എത്ര രാജ്യങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നതും ഒരു ചോദ്യമായി തന്നെ ബാക്കി നിൽക്കുകയാണ്. ദിവ്യ, ഇപ്പോഴും വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ഏറ്റവും ഒടുവിലായി അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിലാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. MC നസറാണ് വിവരങ്ങൾ നൽകിയത്.